അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നത്. നമ്മുടെ സംസാരശേഷിയും അതിന് നമ്മെ സഹായിക്കുന്ന നമ്മുടെ നാവുമൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തെ ഇഹലോകത്തും പരലോകത്തും നന്മ ലഭിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കൊണ്ട്, നന്മയുള്ള സംസാരങ്ങൾ കൊണ്ട്, അള്ളാഹുവിന് സദാ ദിക്റെടുക്കുന്നത് കൊണ്ടൊക്കെ നനഞ്ഞിരിക്കുന്ന നന്മയുള്ള നാവിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. മാത്രവുമല്ല, നാവിനെ ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ഇഹലോകത്ത് ഗുണങ്ങൾ ലഭിക്കുന്നത് പോലെ തന്നെ പരലോകത്തും വലിയ നേട്ടങ്ങളെ നേടിയെടുക്കാൻ അത് നമ്മെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, മയ്യളുമനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അളുമനു ലഹുൽ ജന്ന. ആരാണോ അവൻ്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതിനെയും അവൻ്റെ കാലുകൾക്ക് ഇടയിലുള്ളതിനെയും അഥവാ അവൻ്റെ നാവിനെയും അവൻ്റെ സ്വകാര്യാവയവത്തെയും സൂക്ഷിക്കാമെന്നതിനൊക്കെ ഉറപ്പ് നൽകുന്നത്, അവന് സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയ വളരെ ശ്രദ്ധേയമായൊരു പാഠമാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കാൻ നാവിനെ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ധാരാളം നന്മകൾ നേടിയെടുക്കാൻ നമ്മുടെ നാവുകൊണ്ട് സാധിക്കുമെന്നതുപോലെ തന്നെ ചെറിയ ഒരു അശ്രദ്ധ നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ ധാരാളം തിന്മകൾക്കും നമ്മുടെ നാവ് കാരണമാകും. മറ്റുള്ളവരെക്കുറിച്ച് ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന അഥവാ ഏഷണിയും പരദൂഷണവും പറയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പറഞ്ഞു നടക്കുന്ന, സമൂഹത്തിൽ അവരെ തരം താഴ്ത്തി സംസാരിക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ഇഹലോകത്തും പരലോകത്തും നമ്മുടെ നഷ്ടത്തിനും നാശത്തിനും കാരണമാകുമെന്നത് വളരെ ശക്തമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകിയ വിഷയമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 104 അധ്യായം ആരംഭിക്കുന്നത് തന്നെ വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവരുമായ എല്ലാവർക്കും നാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വളരെ ഗൗരവത്തിൽ കാണുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, കുത്തുവാക്കുകൾ പറയുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന, സമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ നമ്മുടെ നാവിൽ നിന്ന് ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത എപ്പോഴും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പത്നിയെക്കുറിച്ച് പറയുന്നിടത്ത് കുറിയവൾ എന്ന രൂപത്തിൽ ഒരു സംസാരമുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ആയിഷ, നീ ഇപ്പോൾ പറഞ്ഞ വാക്ക് ഒരു സമുദ്രത്തിൽ കലക്കുകയാണെങ്കിൽ ആ സമുദ്ര വെള്ളത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തി അതിനുണ്ട് എന്നത്. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുകയോ അവരുടെ കുറവുകളെ എടുത്തു പറയുകയോ ചെയ്യുന്ന ഒരു സംസാര ശൈലിയോ ഒരു വാക്കുപോലുമോ അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അധ്യാപനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായ നാവിനെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സംസാരിക്കാനും പരലോകത്ത് ഉപകാരപ്പെടുന്ന നന്മയായി ഓരോ വാക്കിനെയും മാറ്റി തീർക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവോട് സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.